പെൻഷൻ ജീവിതം ആസ്വദിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നവരാണ് ഒരു പാർട്ട് ജോബ്. ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ കരിയർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ ഇന്നുണ്ട്. പക്ഷേ ഈ അവസരങ്ങളെല്ലാം നമുക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം അച്ഛനമ്മമാരുടെയൊക്കെ കയ്യിൽ ഉള്ള കാശ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെത്തേഡിലോ പഠിക്കാനായിട്ട് നമുക്ക് കഴിയണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബ് തരും. ഇപ്പോൾ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അത് ഒരു നിശ്ചിത വരുമാനമുണ്ട്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ സമയം വേറൊരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്. നമ്മുടെ സമയത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രയോജനത്തിനോ നമ്മുടേതായ ഇഷ്ടങ്ങൾക്കോ അവിടെയാണ് സ്ഥാനത്ത് ഒരു മേലധികാരി പറയുന്നു അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അതിലപ്പുറം നമുക്ക് അവിടെ യാതൊരു ചോയ്സ് ഇല്ല. പക്ഷെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് Hello everyone, good morning. Welcome to our master class, how to select a part-time job. Part-time job എങ്ങനെ സെലക്ട് ചെയ്യും എന്ന ഗുരു ഫൗണ്ടേഷൻ ഓൺലൈൻ ഹബിന്റെ മാസ്റ്റർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് ശ്രീജ ഷിബു ആണ്. ഈ ഫൗണ്ടേഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 1000 പേർക്ക് 1 ലക്ഷം രൂപ വീതം എല്ലാ ചെലവും പോയിട്ട് ബാലൻസ് എടുക്കത്തക്ക രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ട് ടൈം ജോബ് എന്തിനാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തിനാണ് പാർട്ട് ടൈം ജോബ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? പാർട്ട് ടൈം ജോബ് സെലക്ട് ചെയ്യുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അഡീഷണൽ ഇൻകം തന്നെയാണ്. അഡീഷണൽ വരുമാനത്തെ കൂടാതെ ഇപ്പോഴുള്ള വരുമാനത്തെക്കാൾ അധികമായിട്ടൊരു വരുമാനം എന്തിനു നേടിയെടുക്കണം എന്നുള്ളതിന് ഉത്തരം കിട്ടുമ്പോൾ അത് കൂടാതെ മറ്റെന്തെല്ലാം നേട്ടങ്ങളാണ് ഒരു പാർട്ട് ടൈം ജോബ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്, അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു അധിക വരുമാനം ആഗ്രഹിക്കുന്നുണ്ടാകും. അതായത് ഇപ്പോഴുള്ള വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം. അത് എന്തിനു വേണ്ടി? നമ്മുടെ ഇപ്പോഴുള്ള ചെലവുകൾ വളരെ അധികമാണ്. ഈ അധികമായിട്ടുള്ള ചെലവുകളെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ഇൻകം എന്തായാലും വേണം, അല്ലെ? അങ്ങനെ അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്നുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? അതല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം എൻ്റെ ജോലി ഭാരം കുറച്ചിട്ട് ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. രാവിലെ മുതൽ വൈകിട്ട് വരെയും രാത്രി വരെയും ജോലി, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ എക്സ്ട്രാ ജോലി. അപ്പൊ അത്തരത്തില് നമുക്ക് ജോലിയുടെ ഭാരം കൂടുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടും. സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് കൂടുതൽ കൂട്ടുകാരോടോ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിലെ കുട്ടികളോട് പോലുമോ അവരോടൊപ്പം കളിച്ച് ചിരിച്ച് സമയം ചെലവാക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് സ്ട്രെസ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. അതായത് സ്ട്രെസ് കൊണ്ട്, ജോലിയുടെ ഭാരം കൊണ്ട് വളരെയധികം വിഷമിക്കുന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയിൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരുപക്ഷെ പറ്റിയാൽ തന്നെ, സമയം സ്പെൻഡ് ചെയ്യാൻ കണ്ടെത്തിയാൽ തന്നെ അതിനെ സന്തോഷകരമായ നിമിഷങ്ങളാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറയും. കാരണം സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഫ്രീ ആയിരിക്കണം, നമ്മുടെ മനസ്സിന് ഹാപ്പിനെസ് ഉണ്ടാകണം. അപ്പൊ ആ ഒരു സ്ട്രെസ്സിന്റെ രീതിയിൽ നമുക്ക് ഓവർ ടൈം ജോലിയും ഓവർ സ്ട്രെസ്സും ഒക്കെ കൊണ്ട് നമുക്ക് ഫാമിലിയോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വളരാൻ സാധിക്കുന്നില്ല. അതായത് നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നു. അപ്പൊ ആ ജോലിക്ക് പോകുന്ന ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. പക്ഷെ അവിടെ നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ അറിവോ ഒന്നും നമുക്ക് അങ്ങോട്ട് പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല. നമുക്കൊരു ടാലന്റ് ഉണ്ട്, ആ ടാലന്റ് ഒന്ന് പ്രകടിപ്പിക്കാൻ നമുക്കൊരു അവസരം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ അവസരം കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ബുദ്ധിമുട്ടുണ്ടാകുന്നത്, വിഷമം ഉണ്ടാകുന്നത്. അതായത് ചിലപ്പോ നമ്മുടെ ഓണർ നമ്മളോട് പറയാണ് ഇന്ന രീതിയിൽ ചെയ്താൽ മതി. പക്ഷെ ആ ഓണർ പറയുന്ന ആ ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നേക്കാൾ കുറെ കൂടി ബെറ്റർ ആയിരിക്കും ഇന്ന രീതിയിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ കുറ്റക്കാരാകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റാഫാണ് അല്ലെങ്കിൽ കീഴ്ജീവനക്കാരനാണ്. അപ്പോ മേലധികാരിയെ അംഗീകരിക്കുക അല്ലെങ്കിൽ മേലധികാരിയെ അനുസരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ ഓപ്ഷൻ ഉള്ളൂ. അതേസമയം നമ്മുടെ കഴിവ്, നമ്മുടെ ആ ടാലന്റ്,
അതിനനുസരിച്ചിട്ടുള്ള ഒരു ജോബാണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ. എന്നാൽ ഇപ്പോഴുള്ള ജോബ് കളയാതെ തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് അത്തരത്തില് നമ്മുടെ കഴിവ്, എന്താണോ നമുക്കുള്ള കഴിവ്, ആ കഴിവിനെ അനുസരിച്ച് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതും ഏണിങ്സ് കൂടുതൽ എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു അവസരം അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കില്ലേ. ഗുരു ഫൗണ്ടേഷൻ ഓൺലൈൻ ഹബ്ബ് എന്ന എൻ്റെ ഈ കമ്മ്യൂണിറ്റിയിലൂടെ ഞാൻ നിങ്ങൾക്ക് പല തരത്തിലുള്ള പാർട്ട് ടൈം ജോബ് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാണ്, ഇപ്പൊ അധികം സംസാരിച്ച് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇഷ്ടമുള്ളവരാണ്. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടോ? അതായത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തെ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കി അതിനൊരു റെമഡി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിച്ചാൽ അത് പഠിച്ചെടുക്കാനുള്ള ഒരു ഇഷ്ടമുണ്ടോ? നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇഷ്ടം വേണം, നമുക്കൊരു പാഷൻ ഉണ്ടാകണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂടുതൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുക. നമ്മുടെ മനസ്സിൽ എത്രത്തോളം സമയം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം നമ്മൾ ചെലവാക്കുമ്പോൾ അതിൽ ഒരു ഇഷ്ടവും അതിലൊരു വിരസതയും നമുക്ക് തോന്നിയില്ല എങ്കിൽ അതാണ് നമ്മുടെ പാഷൻ. അതായത് ഒരാളോട് ഒരു കാര്യം സംസാരിക്കുന്നു, ആ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡെവലപ്പായിട്ട് നമുക്ക് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തന്നെ പറഞ്ഞത് പോരാ, ഇനിയും കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു ചിന്ത വരികയാണെങ്കിൽ നമുക്ക് സംസാരശേഷി ഉള്ളവരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനി അതല്ല, ഒരാളൊരു കാര്യം വന്ന് പറയാണ്, ആ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ആ കാര്യത്തെ കേൾക്കാനുള്ളൊരു മനസ്സ്, അതായത് അങ്ങനെയാണോ എന്ന് പറയും. അപ്പോ അത് അയ്യോ ഇങ്ങനെയാണല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ ആ കാര്യങ്ങൾ മൂളി കേൾക്കുന്നു. കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ലിസണറെയാണ്. ലിസണർ എന്ന് പറയുമ്പോൾ കേൾവിക്കാരൻ, നല്ലൊരു കേൾവിക്കാരനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു കേൾവിക്കാരനെ എല്ലാവരും ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ കാര്യങ്ങൾ ചെന്ന് പറയുമ്പോ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളിന് ഭയങ്കരമായ ആശ്വാസം തോന്നും. അവരുടെ മനസ്സിലുള്ളത് മുഴുവൻ പറയാണ്. അപ്പൊ ആ പറയുന്നത് കേൾക്കുമ്പോ കേൾക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടം നമ്മളോട് പറയാനായിട്ട് തോന്നും. അപ്പോ നല്ലൊരു കേൾവിക്കാരനാണ്. പിന്നെ അതുകൂടാതെ നല്ലൊരു റൈറ്റർ ആണോ നിങ്ങൾ? എഴുതാൻ കഴിവുണ്ടോ നിങ്ങൾക്ക്? എഴുതാനുള്ള കഴിവുണ്ടോ? റൈറ്റർ. അപ്പോ എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്, ജോബിന് ശ്രമിക്കാവുന്നതാണ്. പിന്നെ അടുത്ത വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുമോ? എല്ലാം നിങ്ങളുടെ സ്വയം അറിയേണ്ടുന്ന കഴിവുകളാണ്. ഓഫീസുകൾ ഏറ്റെടുത്ത് നടത്താൻ, അതായത് ഫ്രാഞ്ചൈസി പോലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടോ? അതായത് ഒരു സ്ഥാപനം എങ്ങനെ റൺ ചെയ്യിക്കണമെന്ന് പറഞ്ഞു തന്നാൽ അതിനെ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അത്തരത്തില് ഇങ്ങനെ ഒരു 3-4 ഐറ്റം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ് ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത്. പാർട്ട് ടൈം ജോബില് നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മുടെ 1 അവർ അല്ലെങ്കിൽ 2 അവർ, അതും അല്ലെങ്കിൽ ഒരു 3 അവർ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കണം. ഉറപ്പായിട്ട് ഒരു ദിവസം ഒരു 3 അവർ മാറ്റാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ പാർട്ട് ടൈം ജോബിൽ നമുക്ക് വിജയിക്കാനായിട്ട്